പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മഷ്റൂം ബിരിയാണിയാണ്. നമ്മളെപ്പോഴും സാധാരണ കഴിക്കാറുള്ളത് ചിക്കൻ ബിരിയാണി, അതുപോലെ ഫിഷ് ബിരിയാണി, അങ്ങനെ നോൺ വെജ് ആയിട്ടുള്ള ബിരിയാണി ആയിരിക്കും. അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് മഷ്റൂം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി എടുക്കേണ്ടത് ബസ്മതി റൈസാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല നീളമുള്ള ബസ്മതി റൈസാണ്. ഇതുപോലത്തെ കപ്പിന് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ സമയത്തേന് കുതിർത്ത് വെക്കണം. ഇതിനകത്തേക്ക് നിറയെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം കുതിരാൻ വേണ്ടി. അപ്പോൾ അരമണിക്കൂറിന് ശേഷം വേണം നമ്മളിതൊന്ന് എടുക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയൊക്കെയാണ് കുതിർത്ത് വെക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മസാലകളൊന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അല്പം പുതിനയിലയും കൂടിയാണ്. ഇനി നമുക്ക് മെയിനായിട്ടുള്ളത് ഇത് ചില്ലി പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് അല്പം വെള്ളത്തിലൊന്ന് കലക്കി ചേർത്താണ് എടുത്തതാണ്. അതിനകത്തേക്ക് ഒരല്പം വെള്ളം കൂടെ, അരയാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് കുക്കറിലാണ് വെക്കേണ്ടത്. കുക്കറിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. നെയ്യ് പൂർണ്ണമായിട്ടും വേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. ഇതിനകത്തേക്ക് 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, കറി ലീവ്സ് അല്ലെങ്കിൽ ബേ ലീഫ്, കറി ലീവ്സ് അല്ല ബേ ലീഫ് 2 അതായത് നമ്മുടെ കറുവാപ്പട്ടയുടെ ഇല 2 ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു വലിയ സവോളയാണ് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സവോളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പേസ്റ്റ്, ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി മറ്റ് എല്ലാം കൂടി ആദ്യം അരച്ചതാണിത്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ പച്ചമണ്ണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് എണ്ണയിൽ കിടന്ന് ഇതുപോലെ കണ്ടോ വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. എണ്ണയ്ക്കകത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടി പിടിക്കാതെ വഴറ്റിയെടുക്കണം കുക്കറിനകത്തേക്ക്. കുക്കറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നാകും, അതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി അതുപോലത്തെ 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചേർക്കേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിയാണ്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ചേർക്കുന്നൊന്നും ആവശ്യമുള്ളതല്ല, ഉണ്ടെങ്കിൽ ചേർക്കാൻ ഓപ്ഷണലാണ്. കാപ്സിക്കമാണ്, 3 കളറിലുള്ള കാപ്സിക്കം അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനങ്ങ് ചേർത്തന്നേ ഉള്ളൂ. ഒരു നിർബന്ധമില്ല ഈ 3 കാപ്സിക്കം ചേർക്കണമെന്ന്. തക്കാളി മാത്രം മതിയാവും. ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേനും നമ്മൾ മഷ്റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ തൊലിയെല്ലാം ഒന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തതാണ്. മഷ്റൂം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് സമയം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അല്പം കറി ലീവ്സും പുതിനയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇലയാണ്. ഇനി ഇത് നമുക്കൊന്ന് മിക്സാക്കി ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. വിസിൽ വരുത്താൻ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതിയായി. ആവി വന്ന് കഴിയുമ്പം കണ്ടോ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മഷ്റൂമും മസാലയും എല്ലാം കൂടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കുതിരാൻ വേണ്ടി വെച്ച അരി കഴുകി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം.
ഈ അരിയും മഷ്റൂം എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് സമയം നമ്മളിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം 2 ഗ്ലാസ് അരിക്ക് 2 കപ്പ് വെള്ളം. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ, ആ കറക്റ്റ് അളവിൽ തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം വെള്ളം കൂടി പോകാതെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്പം ഉപ്പിൻ്റെ കുറവ് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് വിസിൽ വരുത്തണം. കുക്കർ അടച്ചു വെച്ച് ഒരൊറ്റ വിസിൽ, മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മതിയാവും. ഇപ്പോൾ ഇതാ ഒരു വിസിലൊക്കെ വന്നു കഴിഞ്ഞ് അതിൻ്റെ സ്റ്റീമൊക്കെ പോയി ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പം ഇതാ നമ്മുടെ രുചികരമായ മഷ്റൂം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ, സ്കൂളിലും എല്ലാം കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൂപ്പർ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.